ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം സുചിത്ര. ഒരു സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ. ഇന്നലെ രാത്രി 9:15 ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ PG ഫസ്റ്റ് സെം എക്സാമിന്റെ റിസൾട്ട് വന്നത്. 3 A ഗ്രേഡും 2 B+ ആണ്. അപ്പൊ ആ 2 B+ കിട്ടിയത് നമ്മൾ റീവാലുവേഷന് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് സന്തോഷം. എന്ത് സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഞാൻ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. ഒരുപാട് വർഷത്തെ, ഏകദേശം 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ PGക്ക് അഡ്മിഷൻ എടുക്കുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് സിലബസ് മാറി, കാര്യങ്ങളെല്ലാം പഠിക്കുന്നതെല്ലാം ഞാൻ പഠിച്ചതിൽ നിന്നുമെല്ലാം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തോ ദൈവഭാഗ്യം കൊണ്ടും ടീച്ചേഴ്സിന്റെ എല്ലാം സപ്പോർട്ട് കൊണ്ടും എന്റെ ഹാർഡ് വർക്ക് കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും പിന്നെ നമ്മുടെ ലൈബ്രറിയിലെ ചേച്ചിമാരുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടും നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഇപ്പോ ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? മറ്റൊന്നല്ല, എന്നെ പോലെ പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇയർ ബാക്ക് ഒത്തിരി ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. PGക്ക് പോകാനും B.Edന് പോകാനും ഒക്കെ. നിങ്ങളുടെ ആഗ്രഹം പഠിക്കണം എന്നുള്ളതാണെങ്കിൽ, അതിനുള്ള ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സുറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധിയിലും തന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്ര ഇയർ ബാക്ക് ആയാലും നിങ്ങൾക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കാനും അത് നിങ്ങൾക്ക് മികച്ച വിജയത്തിലേക്ക് എത്തിക്കാനും നിങ്ങളെ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണം എനിക്ക് കിട്ടിയ റിസൾട്ട്. കാരണം ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു PGയിൽ എന്നുള്ളത് എന്റെ കോളേജിലെ അധ്യാപകർക്കും എന്റെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. കാരണം 12 വർഷം എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാലയളവാണ് ഒരു ഡിഗ്രി കഴിഞ്ഞ് PGയിലേക്ക് പോകുമ്പോൾ. കാരണം ഇന്ന് എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരിപ്പോ കഴിഞ്ഞതാണ്. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് നേരെ PGയിലായിരിക്കും. അവർക്ക് അത്രയും എന്റെ അത്രയും എഫേർട്ട് ഉണ്ട്. പക്ഷെ ഞാൻ ഇട്ട ആ എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് കിട്ടി. അതുപോലെ പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ പറ്റാതെ നിൽക്കുന്ന സാഹചര്യത്തിലുള്ളവര് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നായാലും നിങ്ങളുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങൾ ഇറങ്ങി തന്നെ പുറപ്പെടണം കേട്ടോ. അത് കഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതിനപ്പുറത്തുള്ള ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് ഉറപ്പാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, പഠനം എന്ന് പറയുന്നതും നമുക്ക് മരണം വരെ തുടരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു കാലയളവിൽ ഒരു ബ്രേക്ക് വന്നാലും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനം എവിടെയും നിങ്ങളെ നിർത്തരുത്. ഞാൻ അങ്ങനെ പഠനം നിർത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരുപാട് ഗ്യാപ്പുകൾ എടുത്ത് ഡിഗ്രി കഴിഞ്ഞു. ഏകദേശം 6-7 വർഷം എടുത്ത് D.Ed ചെയ്തു. അത് കഴിഞ്ഞും വീണ്ടും 6-7 വർഷം എടുത്തു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഏകദേശം 12 വർഷം. അപ്പൊ അങ്ങനെ ഗ്യാപ്പ് എടുത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ റിസൾട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ബൈ, ലവ് യു.